കണക്കിലെ ഒരു അടിസ്ഥാന സമവാക്യമാണ് അല്ലേ? എന്നാൽ ഇത് കണക്കിൽ മാത്രമാണോ? അല്ല, ജീവിതത്തിലും ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ ഈക്വലായി ചേരുമ്പോൾ വലിയ ശതമാനത്തിലേക്കൊക്കെ എത്താറുണ്ട്. പഠനത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ, അതായത് പഠനത്തോടൊപ്പം പഠനത്തിന്റെ ഫെസിലിറ്റീസും കൂടുമ്പോൾ അത് ഒരു മികച്ച പഠനമായി മാറും. പറഞ്ഞു വരുന്നത് ബ്രില്യന്റിന്റെ ലോങ് ടേം ബാച്ചിനെ കുറിച്ചാണ്. പ്രൈം ബാച്ച് എന്ന് പറയാവുന്ന ഒരു ബാച്ചാണ് ബ്രില്യന്റിന്റെ ലോങ് ടേം ബാച്ച്. അത് ഹൈടെക് ക്ലാസ് റൂമുകളുടെ കാര്യത്തിലായാലും അതിപ്രഗത്ഭരായ അധ്യാപകർ പഠിപ്പിക്കുന്ന ക്ലാസ് എന്ന രീതിയിലായാലും ഒക്കെ തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട് ബ്രില്യന്റിനെ സംബന്ധിച്ച്. കുട്ടികളോട് തന്നെ നമുക്ക് ഈ ബാച്ചിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കാം. ബ്രില്യന്റിന്റെ ലോങ് ടൈം ബാച്ചിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ലോങ് ടൈം ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയോട് തന്നെ നമുക്ക് ലോങ് ടൈം ബാച്ചിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കാം അല്ലേ? എൻട്രൻസ് കോച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഭയങ്കര സ്ട്രെസ്സായിട്ട് എപ്പോഴും പഠിത്തം എന്നൊക്കെയാണ്. പക്ഷേ ബ്രില്യൻറ്റ് ഭയങ്കരമായിട്ടും പോസിറ്റീവാണ്. എല്ലാവർക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലാസ് ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിലാണ്. നല്ല നോയ്സ് ഫ്രീ ക്ലാസ് ആണ്. ഭയങ്കര എ സി ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് വേണ്ടതെല്ലാം ആ ക്ലാസ് റൂമിലുണ്ട്. ഞാൻ എന്നും ഇവിടെയല്ല ഇരിക്കുന്നത്. പുറകിലിരുന്നാലും ഫ്രണ്ടിലിരുന്നാലും സെയിം അറ്റൻഷനാണ് എനിക്ക് കിട്ടുന്നത്. അതാണ് ബ്രില്യന്റിന്റെ ഒരു ക്ലാസിന്റെ ഒരു ഘടന തന്നെ അങ്ങനെയാണ്. പഠിക്കാനുള്ള അന്തരീക്ഷവും അതോടൊപ്പം അതിപ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസ്സോട് ചേരുമ്പോഴാണ് ബ്രില്യന്റ് അതിന്റെ പരിപൂർണതയിലേക്ക് എത്തുന്നത്. നമുക്ക് മറ്റൊരു വിദ്യാർത്ഥിയോട് തന്നെ ചോദിക്കാം. എൻ്റെ പേര് ഹൃദ്യ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ സീനിയേഴ്സും റിലേറ്റീവ്സും ഒക്കെ പറഞ്ഞ അറിവിലാണ് ബ്രില്യൻ്റ് എന്നൊരു ഓപ്ഷൻ കൺസിഡർ ചെയ്യുന്നത് തന്നെ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്താണോ ബ്രില്യൻറ്റിനെ കുറിച്ച് വിചാരിച്ചത് അതിലൊക്കെ അപ്പുറമായിരുന്നു ബ്രില്യൻറ്റ്. ഇപ്പോൾ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്മാർട്ട് ബോർഡ്, ഇപ്പം ഇത്ര വേനൽ സമയത്ത് പോലും പല സ്കൂളുകളും അടച്ചിടുന്ന പഠനം മുടങ്ങും. അപ്പം ഞങ്ങളുടെ പഠനം മുടങ്ങാതിരിക്കാൻ വേണ്ടി AC ക്ലാസ് റൂം, അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഓരോ അധ്യാപകരും ഞങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള അറ്റൻഷനാണ് തരുന്നത്. ഇപ്പം ഇവിടെ ഇരുന്നാലും ബാക്കിലിരുന്നാലും ഞങ്ങൾക്ക് ഒരേപോലൊരു ഫീലാണ് കിട്ടുന്നത്. മെൻറ്റേഴ്സ് ആണെങ്കിൽ ഇപ്പം ഓരോ ക്ലാസ്സിനും ഓരോ മെൻറ്റേഴ്സ് ഉണ്ട്. മെൻറ്റേഴ്സ് തരുന്ന സപ്പോർട്ട് ഞങ്ങളുടെ പഠനത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി ടെസ്റ്റ് നടത്തും, അതോടൊപ്പം തന്നെ നീറ്റ് മോഡൽസ് നടത്തുന്നു. അത് കാരണം പഠനം കുറേ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ മീൻസ് കൂടുതലും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ക്ലാസ്സെല്ലാം പെട്ടെന്ന് അവർക്ക് നമുക്ക് മനസ്സിലാക്കി തരാനുള്ള രീതി അവർക്ക് നല്ല രീതിക്ക് അറിയാം. ഒരാൾക്ക് മനസ്സിലായില്ലോ അത് അവർക്ക് നല്ല രീതിക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് അവർ പറഞ്ഞു തരും. ഇപ്പം ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിക്ക് പറഞ്ഞു തരും. പിന്നെ ഇപ്പം ഒരു ക്ലാസ് മിസ്സാവുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്ന് ലേണിംഗ് ആപ്പിലൂടെ റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടും. അങ്ങനെയും പഠിക്കാം. ലേണിംഗ് ആപ്പിന്റെ അടക്കം ഒരുപാട് പ്രത്യേകതകൾ ഇപ്പോൾ ലോങ് ടൈം ബാച്ചിനെ പറ്റി നമ്മുടെ വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇനി നമുക്ക് കൂടുതൽ ലോങ് ടൈം ബാച്ചിന്റെ പ്രത്യേകതകളെ പറ്റി പറയാം. എനിക്കെന്ന് പറയുമ്പം ഈ ക്ലാസ്സുകളെല്ലാം നല്ലോണം മനസ്സിലാവും. പിന്നെ ഓരോ പാഠങ്ങളും ഓരോ അധ്യാപകര് നല്ലോണം ഇതാക്കി ഓരോ പാഠങ്ങളും ഓരോ അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ ആ പാഠം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും കൂടെ നല്ലോണം പഠിപ്പിക്കും. പിന്നെ ഇവിടുത്തെ ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും പ്രത്യേകിച്ച് ജോബിൻ സാറ് എല്ലാത്തിനും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നമുക്ക് എന്താവശ്യം വന്നാലും ജോബിൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജോബിൻ സാറ് നമുക്ക് നടത്തിത്തരും. പിന്നെ ഇപ്പം ഞാൻ ഇച്ചിരി ദൂരെ നിന്നാണ് വരുന്നത്. അപ്പം ഇങ്ങനൊരു വെക്കേഷൻ ക്ലാസ് വെച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എല്ലാം ഇവരിവിടെ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഇവർ ഉണ്ടാക്കി തരുന്നുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. തികച്ചും സ്ട്രെസ് ഇല്ലാത്ത ഒരു പഠന രീതിയാണ് ബ്രില്യൻറ്റ് ഫോളോ ചെയ്യുന്നത്. നമുക്കിതാ മറ്റൊരു വിദ്യാർത്ഥിയോട് ചോദിക്കാം. ഇവിടുത്തെ ലൈബ്രറി എല്ലാം നല്ല ഓർഡറിലാണ്. നമുക്ക് ഇപ്പോൾ ആദ്യം കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്, പിന്നെ ബയോളജി, അത് കഴിഞ്ഞിട്ട് മാത്സ്, അങ്ങനെയെല്ലാം നല്ല ഓർഡറിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ആദ്യം ഒബ്ജക്റ്റീവ്, പിന്നെ നമുക്ക് എക്സ്പ്ലനേഷൻ ബുക്സ്, അതുപോലെ എല്ലാം ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ലൈബ്രറിയിലെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടുത്തെ ടീച്ചർമാരാണെങ്കിലും ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇപ്പോൾ ക്യാൻറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാൻറ്റീനെല്ലാം നല്ല വിശാലമാണ്. അഫോർഡബിൾ റേറ്റിലാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്.
ഇപ്പോൾ ടീച്ചർമാർക്ക് വേറെ ഫ്ലോർ, നമുക്ക് വേറെ ഫ്ലോർ, അങ്ങനെയെല്ലാം ഒരു ഓർഡർ തന്നെയാണ് ഇവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മെൻറ്റേഴ്സ് എല്ലാം നല്ല ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ നമുക്കൊരു സാറിൻ്റെ ക്ലാസ് പ്രത്യേകം ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞാൽ അവർ വീണ്ടും ആ സാറിനെ കൊണ്ടുവന്ന് അടുത്ത പാഠം എടുപ്പിക്കും. അങ്ങനെ ഒരു നമുക്ക് എങ്ങനെ ഇതും എല്ലാം മനസ്സിലാക്കി തരണം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അവർ നമുക്ക് ക്ലാസ് എല്ലാം സെറ്റ് ചെയ്ത് തരുന്നത്. പിന്നെ ഇവിടെ പഠിക്കുന്നതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുമ്പോൾ കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്, കുറച്ചും കൂടി ഈസി ആവുന്നുണ്ട് ക്വസ്റ്റ്യൻസൊക്കെ. പിന്നെ ഇവിടുത്തെ ബസ് ഫെസിലിറ്റി എല്ലാം നല്ല ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്ക് വേണ്ടി അവർ ബസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ പരീക്ഷയുള്ള ദിവസങ്ങളിൽ ഇവിടെ 9 മണിയാകുമ്പോൾ തന്നെ കറക്റ്റ് കയറണം, എന്നാലും 45 മിനിറ്റ് നമുക്ക് തികച്ച് എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് ഒരിക്കലും നഷ്ടമാകരുതെന്ന് കരുതി തന്നെ ഇവർ ബസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്ര ദൂരെ നിന്ന് വരുന്നവർക്കാണെങ്കിലും അവർക്ക് ബസ് വരാൻ പറ്റും, സമയത്ത് എത്താനും പറ്റും. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ലോങ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും സ്കൂളിനെ അഫക്റ്റ് ചെയ്യാതെ ബ്രില്യൻറ്റ് വന്ന അവിടുത്തെ കാര്യങ്ങളും പഠിച്ച് സ്കൂളിലത്തെ കാര്യങ്ങളും അതനുസരിച്ച് പഠിച്ച് അവിടുത്തെ ബോർഡ് എക്സാം വരുമ്പോൾ അത് പഠിക്കാനുള്ള സമയം കിട്ടി. ഇവിടുത്തെ എക്സാമിന് അവർ ആവശ്യത്തിനുള്ള സമയം തന്ന് നമുക്കൊരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ എന്നാലും മനസ്സിലാക്കി തരണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ബ്രില്യൻറ്റ് ഇത്രയൊക്കെ ഫെസിലിറ്റീസും പേരൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നൽകുന്നത്. അതായത് ഇപ്പോൾ തന്നെ എനിക്കിവിടെ അഡ്മിഷൻ എടുത്ത സമയത്ത് 10ലെ മാർക്ക് വെച്ചിട്ട് നമുക്ക് റിഡക്ഷൻ ഉണ്ടായിരുന്നു. പഠിക്കുന്ന പല കുട്ടികൾക്കും ഫ്രീ ആയിട്ടും ഫീസിൽ നല്ല റിഡക്ഷൻ നൽകിയുമാണ് ബ്രില്യൻറ്റ് പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഞങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് നടത്തുന്നത്, എക്സാം നടത്തുന്നതിൻ്റെയൊക്കെ മാർക്കിന് അടിസ്ഥാനമായിട്ട് ഞങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. ഇവിടെ എക്സാം ഇട്ട് അതായത് ഇത്ര റാങ്കിന് മുകളിലേക്ക് കിട്ടുന്ന കുട്ടികൾക്ക് ക്യാഷ് പ്രൈസുകളും ഫീസിന് ഇളവുകളും ഒക്കെ ഇവർ നൽകാറുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞതോടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നുണ്ട്. ഫസ്റ്റ് റാങ്കിന് 1 ലക്ഷം രൂപ വരെ ക്യാഷ് പ്രൈസ് നൽകുന്നുണ്ട്. അതായത് അടുത്ത വർഷം ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരമാണ്. അങ്ങനെ പല ഫെസിലിറ്റികളും ബ്രില്യൻറ്റ് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരു ക്ലാസ്സിനെ സംബന്ധിച്ച് അധ്യാപകന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. അത് പറയുന്നതിനുമൊക്കെ ഉപരിയുമാണ് അല്ലേ. നമ്മൾക്കിതാ ലോങ് ടൈം ബാച്ചിൻ്റെ അധ്യാപകനായ ജോബിൻ സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാർ, എങ്ങനെയാണ് നമ്മളുടെ ഈ ബ്രില്യൻറ്റിൻ്റെ ലോങ് ടൈം ബാച്ച്? നമ്മളിപ്പോൾ പുതിയ കുട്ടികളാണ് വന്നിട്ടുള്ളത്. ഓരോ വർഷവും മാറി മാറി കുട്ടികൾ വരും. അപ്പോൾ ഇവരുടെ ടേസ്റ്റിനനുസരിച്ച്, ഇവരുടെ ഒരു അഭിരുചിക്കനുസരിച്ച് നമ്മൾ ക്ലാസ്സുകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്, ഇവർക്ക് നൽകുന്ന ഇൻപുട്ടിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അല്ല. എങ്ങനെയാണ് ഈ വർഷത്തെ ബ്രില്യൻറ്റിൻ്റെ ലോങ് ടൈം ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്? ഓരോ വർഷത്തെ നമ്മുടെ പുതിയതായി വന്നു ചേരുന്ന കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ ഓരോ വർഷവും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ വർഷവും പുതിയതായി എത്തിച്ചേരുന്ന കുട്ടികൾക്ക് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ബസ് ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് നമ്മുടെ ലോങ് ടൈം ക്ലാസ്സുകളിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ എല്ലാ റൂട്ടുകളിലും കോട്ടയം ജില്ലയിലെ പ്രധാന എല്ലാ സെൻറ്ററുകളിലേക്കും ബസ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇടയ്ക്ക് നമ്മൾ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. പിന്നെ ഓരോ ക്ലാസ്സിനും ഓരോ മെൻറ്റേഴ്സ് ഉണ്ട്. അത് മൊത്തത്തിൽ നോക്കുന്നതിനായിട്ടൊരു കോർഡിനേറ്റർ ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പം വെക്കേഷൻ ക്ലാസ്സുകൾ നടന്ന് ഇവർ സെക്കൻഡ് ഇയറിലെ ടോപ്പിക്കുകൾ തുടങ്ങി സ്കൂളിലെത്തുമ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയവും ഇല്ലാതെ ഇവർക്ക് സ്കൂളിലേക്ക് പോകാവുന്ന രീതിയിൽ ആദ്യത്തെ ചാപ്റ്ററുകളെല്ലാം സെക്കൻഡ് ഇയറിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ആദ്യത്തേത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവർ വളരെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഈ വെക്കേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ താല്പര്യത്തോടെ മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഇവർ നമ്മുടെ വെക്കേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷൻ ക്ലാസ്സുകളിൽ ഇവർ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അവർ വളരെ സന്തോഷവാന്മാരായിട്ടാണ് ഇപ്പോൾ ക്ലാസ്സുകളിൽ ഇരിക്കുന്നത്. അടുത്ത ദിവസം നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ ഒരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്. 28-ാം തീയതിയാണ് ഈ എക്സാം നടക്കുന്നത്. അതിനുവേണ്ടി അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 1ാം സമ്മാനം 1 ലക്ഷം രൂപയാണ്, 2ാം സമ്മാനം 50,000 രൂപ. അപ്പോൾ എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിഭാഗത്തിലെ കുട്ടികൾ നമ്മോടൊപ്പം ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് അവർ ഉത്സാഹിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതൊക്കെയാണ് ബ്രില്യൻറ്റിൻ്റെ ലോങ് ടൈം ബാച്ചിൻ്റെ പ്രത്യേകതകൾ. വളരെ കാമായി, കൂളായി, എനർജറ്റിക് ആയിട്ട് അവർ ആസ്വദിക്കുകയാണ് ഓരോ ക്ലാസ്സുകളും. അതെ, ലോങ് ടൈം ബാച്ചിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതും 2025 ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് പറന്നുയരാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.